ബിജെപിയുടെ കാറിന്റെ തൊട്ട് പിറകിലാണ് വിനേഷ് സർഗയുടെ കാർ യാത്ര ചെയ്യുന്നത്. ഈ സ്ത്രീ ആരാണ്? എന്റെ കൂടെ ഇല്ലല്ലോ, ഞാനും പ്രമിള. ആ സ്ത്രീ എന്തുകൊണ്ടാണ് കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? അങ്ങനെ സ്ത്രീ ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കോൺഗ്രസ് എന്റെ കാറിൽ ആ സ്ത്രീ കയറുന്ന വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ സുഹൃത്തെ, ഈ ദൃശ്യങ്ങളിലുള്ള ഈ കാറിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ആരാണ്? ആരാണ്? കാണിക്കൂ, പുറത്ത് കാണിക്കൂ. ഇതിലൊരു വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ ഇല്ലെന്ന് നിങ്ങൾ എന്തുകൊണ്ട്? ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ കാറിനകത്ത് ഇന്നത്തെ ദിവസം ഈ പ്രമിള ചേച്ചിയും ഞാനും അല്ലാതെ എന്റെ കാറിൽ ഒരാളുമില്ലല്ലോ. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാറിലില്ലാത്ത ഒരു സ്ത്രീയുടെ ദൃശ്യം എവിടെ? കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടോ? കാറിൽ കയറുന്നതുണ്ടോ? കാറിൽ ഇരിക്കുന്നത് അവര് എവിടെ? എവിടെ മുഖം? എവിടെ മുഖം? എവിടെ ഇരിക്കുന്നു? സ്റ്റിക്കറോട്ട് ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ആ സ്ത്രീ എന്റെ കാറിൽ നോക്കൂ, ഞാൻ പറയട്ടെ, എന്റെ കാറിൽ ഇരിക്കുന്നതിന്റെ മുഖം മാത്രമില്ല, അമ്മയുടെ അരികിലേക്ക് നടന്നു പോകുന്ന മുഖമുണ്ട്. അല്ലല്ല, അതിൽ കാണുന്നില്ല. നിങ്ങൾ അതിനെ കേരളത്തിലെ, ഞാൻ പറയട്ടെ, പോലീസ് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ തിരക്കഥയുടെ പിന്നിൽ, ഞാൻ പറയട്ടെ, ഈ തിരക്കഥയുടെ പിന്നിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്ക് കൂടി ബന്ധമുണ്ട് എന്ന് ഞാൻ സംശയിച്ചു. സുഹൃത്തെ, എവിടെ രേഖ? ഇല്ലാത്ത ഒരു ദൃശ്യത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ നിന്ന് പോണോ അതോ എനിക്ക് പ്രതികരിക്കും? ഒരു മിനിറ്റ്, ആ പൈസ കൊടുക്കുന്ന ദൃശ്യം ഒരു മിനിറ്റ്, കാറിനകത്തല്ല. ഒരു മിനിറ്റ്, ഒരൊറ്റ ചോദ്യം. കൊട്ടിക്കലാശത്തിന്റെ തലേ ദിവസം കല്ലേക്കാട് മേഖലയിൽ സാരി വിതരണം ചെയ്തതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ. ഈ സാരി ഒരു മിനിറ്റ് കാണിക്കാം. നിങ്ങൾ ഈ ദൃശ്യം കാണിക്ക്. ഒരു സാരിയും പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, പൈസ ബിജെപിയുടെ പ്രതിനിധിയോ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? ഒരു മിനിറ്റ്. മീഡിയ റിപ്പോർട്ടർ, ഒരു മിനിറ്റ്. ശരി, നിങ്ങള് പൈസ കൊടുക്കുന്ന ദൃശ്യം, അവിടെ പൈസ ദൃശ്യം കാണിക്കുന്നത്. ശരി, രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. രണ്ടിനും മറുപടി പറയാം. ചേച്ചി ഒരു മിനിറ്റ്. ഇതിനകത്ത് രണ്ട് കാര്യം ചേച്ചി സമ്മതിച്ചിട്ടില്ല. അല്ലല്ല, വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് ഏൽപ്പിച്ചത്? അവരാരാണ്? എവിടെ നിന്ന് വന്നവരാണ്? ഏത് ചെറുപ്പക്കാരാണ്? നിങ്ങൾ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ കൂടെ നിൽക്കണം, അതെനിക്ക് തെളിയിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. വിനേഷിന്റെ ഇടതുഭാഗത്ത് ഒരു സ്ത്രീ ഇരുന്നു. ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ആ സ്ത്രീ തല കുനിച്ചിരിക്കുകയാണ് കുറ്റവാളിയെ പോലെ. അല്ല, ആ ബാക്ക് എനിക്ക് ആ കുട്ടി ആരാണെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കണം, പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. കേരളം മുഴുവൻ എന്തായാലും ഇല്ലാത്തൊരു വാർത്ത കാണിച്ച സ്ഥിതിക്ക് ഇതുകൂടി ഒന്ന് നിങ്ങൾ കാണിക്കണം. ഇങ്ങനെയും വേദനിച്ച് പ്രമിള ചേച്ചിയെ രോഷത്തോടുകൂടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പുറത്തിറങ്ങി നിൽക്കുന്ന ആളാണ് സർഗ, വിനേഷ് സർഗ.
ഇങ്ങനെയാണോ ബഹുമാനം കാണിക്കുന്നതെന്ന് എന്തുകൊണ്ടാ ചോദിച്ചത്? അവൻ വൃത്തികെട്ട ഒരു ആംഗ്യമാണ് കാണിച്ചത്, ഒരു തവണയല്ല. ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പല്ലേ കാണിക്കുന്നത്? ആംഗ്യം കാണിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. ആ വ്യക്തിയുടെ മുഖമുണ്ട് എവിടെ? ആ വിഷ്വൽ എവിടെ? ആ വിഷ്വൽ എവിടെ? എന്താണ് കാണിച്ചത്? നിങ്ങൾ കാണിച്ച വിഷ്വൽ. അമ്മ ആദ്യം പറഞ്ഞു പണം തന്നിരുന്നു, ഒരു മാസത്തെ മരുന്നിന് ആവശ്യമായ 5000 രൂപ അമ്മ പറഞ്ഞു. ആര് കൊടുത്തു എന്ന് അതായത് വന്ന സ്ത്രീ. വന്ന സ്ത്രീ ആരാണ്? അതായത് അത് കോൺഗ്രസിന്റെ വിനേഷ് സർഗ വിട്ട ആളാണോ? ആരാണ് വിട്ടത്? എന്താ മാധ്യമ പ്രവർത്തകർ ബിജെപിയുടെ കാറിന്റെ തൊട്ട് പിറകിലാണ് വിനേഷ് സർഗയുടെ കാർ യാത്ര ചെയ്യുന്നത്. ഈ കാണുന്ന സ്ത്രീ എവിടെയാണ്? അറിയില്ല എന്നുള്ളതാണ്. ഈ സ്ത്രീ ആരാണ്? എന്റെ കൂടെ ഇല്ലല്ലോ. ഞാനും പ്രമിള. ആ സ്ത്രീ എന്തുകൊണ്ടാണ് കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? അങ്ങനെ സ്ത്രീ ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കോൺഗ്രസ് എന്റെ കാറിൽ ആ സ്ത്രീ കയറുന്ന വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ സുഹൃത്തെ, ചേച്ചി ഒരു മിനിറ്റ്. ഈ ദൃശ്യങ്ങളിലുള്ള ഈ കാറിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ആരാണ്? എവിടെയാണ്? വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ ആരാണ്? ഈ കാറിലുണ്ട്. കാണിക്കൂ, പുറത്ത് കാണിക്കൂ. ഇതിലൊരു വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ ഇരിക്കുന്നു. ഇല്ലെന്ന് നിങ്ങൾ എന്തുകൊണ്ട്? ഈ ദൃശ്യങ്ങൾ വ്യാജമാണോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ കാറിനകത്ത് ഇന്നത്തെ ദിവസം ഈ പ്രമിള ചേച്ചിയും ഞാനും അല്ലാതെ എന്റെ കാറിൽ ഒരാളുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്ത്രീ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വിഷ്വൽ പുറത്തു വിടൂ? എവിടെയാണ്? പിന്നെ എന്തുകൊണ്ട് അവർ കയറുന്നത് കിട്ടിയില്ല? എന്റെ കാർ അല്ല, അതെ ഞാൻ പറയട്ടെ. ഞാൻ കാണാത്ത ഒരു സ്ത്രീ, എന്റെ കൂടെ യാത്ര ചെയ്യാത്ത ഒരു സ്ത്രീ. നിങ്ങൾ അല്ലല്ല, വേണ്ട. ഞാൻ എന്റെ ഇത്രയും വിശദമായി ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വന്ന ദൃശ്യം നിങ്ങളാണ് തെളിയിക്കേണ്ടത്, മാധ്യമങ്ങൾ. അതായത് പിന്നെ ആരാണ്? തെരഞ്ഞെടുപ്പിൽ നോക്കൂ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എന്നെ സംബന്ധിച്ച് എന്റെ കാറിലില്ലാത്ത ഒരു സ്ത്രീയുടെ ദൃശ്യം എവിടെ? കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടോ? കാറിൽ കയറുന്നതുണ്ടോ? എവിടെ മുഖം? മുഖം എവിടെ ഇരിക്കുന്നു? സ്റ്റിക്കർ ഒട്ടി. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ആ സ്ത്രീ എന്റെ കാറിൽ നോക്കൂ, ഞാൻ പറയട്ടെ. എന്റെ കാറിൽ ഇരിക്കുന്നതിന്റെ മുഖം മാത്രമില്ല, അമ്മയുടെ അരികിലേക്ക് നടന്നു പോകുന്ന മുഖമുണ്ട്. അല്ലല്ല, അതിൽ കാണുന്നില്ല. നിങ്ങൾ അതിനെ കേരളത്തിലെ, ഞാൻ പറയട്ടെ, പോലീസ് മീഡിയ 1ന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ അല്ലല്ല, ആദ്യം ഞാൻ പറയട്ടെ. അതായത് അല്ലല്ല, എനിക്ക് എങ്ങനെ മീഡിയ 1ന് മാത്രം എങ്ങനെ ഈ ദൃശ്യം തത്സമയം കിട്ടി? നിങ്ങൾ എല്ലാവരും, ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ ആ സ്ത്രീയുടെ മുഖം എവിടെ? ആ സ്ത്രീ നടന്നു വരുന്നത് എവിടെ? ബാക്ക് സീറ്റിൽ വെള്ള ചുരിദാറിട്ട ഒരാളും എന്റെ കാറിലില്ല. എവിടെ? അവരിറങ്ങുന്നതില്ല. ഞാൻ ചോദിക്കണം. അല്ലല്ല, ഞാൻ പറയാം. ഞാൻ പറയാം. മറുപടി കേൾക്കാനുള്ള സമയം. അല്ലല്ല, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഒരു മാധ്യമം, ഞാൻ ഒരു മാധ്യമം എന്ന് അടിവരയിട്ട് പറയുകയാണ്, ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചിട്ടേ ഞാൻ നിൽക്കൂ. ഈ മാധ്യമ പ്രവർത്തകന്റെ പങ്ക്
പോലീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകും. ഒന്ന് രണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ തിരക്കഥയുടെ പിന്നിൽ ഞാൻ പറയട്ടെ, ഈ തിരക്കഥയുടെ പിന്നിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്ക് കൂടി ബന്ധമുണ്ട് എന്ന് ഞാൻ സംശയിച്ചു. സുഹൃത്തെ, എവിടെ രേഖയുടെ ഇല്ലാത്തൊരു ദൃശ്യത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ നിന്ന് പോണോ അതോ എനിക്ക് നിങ്ങൾ ഓരോരുത്തരായി അല്ലല്ലോ ഒരു നിമിഷം. അതായത് അവിടേക്ക് മീഡിയ വണ്ണല്ല, എന്റെ കാറിൽ അവിടേക്ക് മീഡിയ വണ്ണ ആദ്യം എത്തിയില്ല. ആ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ ആ സ്ത്രീയുടെ മുഖമേടെ എനിക്ക് ഉൾപ്പെടെ കിട്ടിയ ദൃശ്യങ്ങൾ ആ സ്ത്രീയുടെ മുഖം. ആ സ്ത്രീ പിന്നീട് ആ ഇന്നോവയുടെ കാറിൽ കയറുന്നുണ്ടോ? കാറിൽ കയറുന്നുണ്ടോ? ആ സ്ത്രീ കാറിൽ കയറുന്നുണ്ടോ? അത് കാണിക്കൂ. ഈ ശോഭാ സുരേന്ദ്രന്റെ സ്റ്റിക്കർ ഈ കാറിലേക്ക് എവിടെ കയറുന്നു? സ്ത്രീയാണ്. അല്ല, ആ സ്ത്രീയുടെ മുഖം എവിടെ? പറയൂ. ഒരു നിമിഷം. ആ മുഖം കാണുന്നുണ്ട്. ഒന്ന് കാണിക്കൂ. ഈ കാണുന്ന നിങ്ങൾക്ക് സുഹൃത്തെ, ഇതിൽ ഒരു നിഴലാണ്, ഒരു നിഴല് പോലെ എന്റെ കാറ് നിങ്ങൾ ഇപ്പൊ പരിശോധിക്കണം. ഞാനും മാത്രം അത് നിങ്ങളാണ് തെളിയിക്കാൻ. അങ്ങനെ ഒരാളും നിങ്ങൾ ഒരു അമ്മ പറഞ്ഞു അമ്മയുടെ അതായത് ഒരു മാസത്തെ മരുന്നിന് ആവശ്യമായ 5000 രൂപ നൽകിയെന്ന് അമ്മ പറയുന്നുണ്ട്. ആര് നൽകി? പറയുന്നുണ്ട്. അല്ല, അപ്പൊ കോൺഗ്രസ്സുകാരൻ എന്റെ കാറിന്റെ തൊട്ടുപിറകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വിനേഷ് സർഗ എന്ന് പറയുന്നവന്റെ കൂടെ വന്ന സ്ത്രീയാണോ അല്ലയോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആര് പറഞ്ഞു? അമ്മയ്ക്കറിയുമോ? അല്ല, ഏത് സ്ഥാനാർത്ഥി? ഏത്? ആ അമ്മയുടെ അടുത്ത് ഞാൻ പോയോ? സ്ഥാനാർത്ഥിയുടെ മരുന്നിന് പൈസ. ഒരു നിമിഷം. നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത ശോഭ ചേച്ചി തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ ഈ വിനേഷിന്റെ കാറിന്റെ മുൻവശത്ത് ഇരിക്കുന്ന സ്ത്രീയുടെ ദൃശ്യമുണ്ട്. അത് അയാളുടെ ഭാര്യയാണ്. അവളെ ചോദ്യം ചെയ്യണം. ആ സ്ത്രീ ഈ വീടിന്റെ അകത്തേക്ക് പോയിട്ടുള്ളത് ആ സ്ത്രീയല്ല. അതിനകത്ത് പൈസ കൊടുക്കുന്നതിന്റെ സിംഗിൾ വിഷയം നിങ്ങൾ ഇതിനകത്ത് തുടക്കം മുതൽ ഞങ്ങൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കാമോ? അല്ലല്ല, ഒരു മിനിറ്റ്. ചോദ്യം ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ആരെങ്കിലുമോ ആ അമ്മയ്ക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന ദൃശ്യം നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കാണിക്കാമോ? അതല്ല, ഒരു മിനിറ്റ്. ആ പൈസ കൊടുക്കുന്ന ദൃശ്യം ഒരു മിനിറ്റ്. കാറിനകത്തല്ല. ഒരു മിനിറ്റ്. ഒരൊറ്റ ചോദ്യം. കൊട്ടിക്കലാശത്തിന്റെ തലേ ദിവസം കല്ലേക്കാട് മേഖലയിൽ സാരി വിതരണം ചെയ്തതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ ഈ സാരി. ഒരു മിനിറ്റ് കാണിക്കാം. നിങ്ങൾ ഈ ദൃശ്യം കാണിക്ക്. ഒരു സാരിയും പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. പൈസ ബിജെപിയുടെ പ്രതിനിധിയോ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? ഒരു മിനിറ്റ്. മീഡിയ റിപ്പോർട്ടർ ഒരു മിനിറ്റ്. ശരി, നിങ്ങള് പൈസ കൊടുക്കുന്ന ദൃശ്യം അവിടെ പൈസ ദൃശ്യം ശരി. രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. രണ്ടിനും മറുപടി പറയാം. ചേച്ചി ഒരു മിനിറ്റ്. ഇതിനകത്ത് രണ്ട് കാര്യം ചേച്ചി സമ്മതിച്ചിട്ടില്ല. അല്ലല്ല, ഒരു മിനിറ്റ്. രണ്ട് കാര്യം. ഒരു മിനിറ്റ്. നിങ്ങൾ കേൾക്കാൻ തയ്യാറാവും. വിനേഷ് സർഗ എന്ന് പറയുന്ന 20 ക്രിമിനൽ കേസുകളുള്ള വിനേഷ് സർഗയോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ചോദ്യം ചെയ്യണം. വിനേഷ് സർഗയെ ചോദ്യം ചെയ്യണം. എന്റെ ഇതിൽ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് മൗനമായിട്ടിരിക്കുന്നത്? അവരെവിടെ നിന്നാണ് ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തത്? ശോഭാ സുരേന്ദ്രനെ എന്താ അവിടെ കാണാത്തത്? എന്റെ കൂടെയുള്ള പ്രമീള ചേച്ചി എന്താ വിഷ്വലിൽ കാണാത്തത്? അപ്പൊ എവിടെയോ ഇരുന്നു കൊണ്ട് ഇവർ ഒരു സ്ത്രീയെ ഇറക്കി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിച്ച് നിങ്ങളത്
കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തു കേരളത്തിൽ. കാറിന് അരികിലൂടെ വെള്ള വസ്ത്രം ധരിച്ചു പാടില്ല. ആ വീട്ടിൽ നിന്ന് പോകുന്നു. അതേ വെള്ള വസ്ത്രം ധരിച്ച വ്യക്തി ആ കാറിനകത്ത് ദൃശ്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതെന്തുകൊണ്ട് അവർ ചിത്രീകരിച്ചില്ല? എന്റെ കാറിൽ പൈസ കൊടുക്കുന്ന വിഷയം എന്റെ മോളെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ അത് ചിത്രീകരിച്ചില്ല? പ്രമീള ശശിധരനും ചേച്ചിയും മാത്രം സഞ്ചരിച്ചിരുന്ന ഒരു കാറിൽ ബാക്ക് സീറ്റിൽ എങ്ങനെ ഒരു വെള്ള ചുരിദാറിട്ട സ്ത്രീ വന്നു? അതാ ഞാൻ പറയുന്നത്, അതാണ് അന്വേഷിക്കേണ്ടത്. ഞങ്ങൾ എത്രയോ ദിവസം ഗുരുതരമായ ആരോപണം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആരെ എന്ത് ആരോപണം? എന്റെ ഒരു അതായത് ഞാൻ പറയാം, ഒരമ്മയെ കാണാൻ പോകുന്നത് ഷൂട്ട് ചെയ്ത ഒരാളുണ്ട് ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ ചെല്ലുന്ന ഭാഗം നിങ്ങൾ കാണിച്ചത്. അപ്പോ അവിടെ ഒരു വീഡിയോ പ്രവർത്തിച്ചിട്ടുണ്ട്. 1, 2 ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല. എന്താ മുഖം കാണിക്കാത്തത്? തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്നുണ്ട് പൈസ കൊടുക്കുന്ന വീഡിയോ. പൈസ കൊടുക്കുന്ന വീഡിയോ എവിടെ? കാണിക്കൂ. പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. അല്ല, ഇവർ പണം കൊടുക്കുന്നതിന്റെ ദൃശ്യമുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിനയ് സർഗെ ചോദ്യം ചെയ്യണം. ആരായിരുന്നു അവരുടെ കാറിൽ ഉണ്ടായിരുന്നത്? 1.5 മണിക്കൂറായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ ഞങ്ങൾ പോയ വീടുകളുടെ പരിസരത്തു വരെ ഏത് സ്ത്രീകളൊക്കെയാണ് അവർ കൊണ്ടുവന്നത്? അത് ചോദ്യം ചെയ്യണം. അതാ എന്റെ ആവശ്യം. അതായത് ശോഭാ സുരേന്ദ്രനോ പ്രമീള ശശിധരനോ സഞ്ചരിക്കുന്ന ആ കാറിലേക്ക് 2 വീഡിയോ, അതായത് പൈസ കൊടുത്തുവെന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാൻ കൊടുക്കുന്നില്ല. ഒരമ്മയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ നിൽക്കുന്നു, കൊടുക്കുന്നതില്ല. ഒരാൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ഇത്രയേറെ പരിശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ മുഖം പൈസ കൊടുക്കുന്നത് പിടിക്കാൻ കിട്ടിയില്ല? എന്തുകൊണ്ടാണ്? പൈസ കൊടുക്കുന്ന കാണിക്കണം. പൈസ കൊടുക്കുന്ന എവിടെ? മുഖം എവിടെ? ബാക്ക് സൈഡല്ലേ? പൈസ കൊടുക്കുന്ന എവിടെ? എന്തോ കൊടുക്കുന്നു. പൈസ കൊടുക്കുന്നവിടെ പൈസയല്ലേ? നിങ്ങൾ അതിനകത്ത് ഒരു ഭാഗത്ത് പോലും പൈസയല്ല. എന്റെ കാറിൽ സുഹൃത്തെ നിങ്ങൾ തെളിയിക്കണം. സുഹൃത്തെ നിങ്ങൾ തെളിയിക്കണം. അങ്ങനെയല്ല. ആര് കൊടുത്തു? അപ്പൊ ശരി, ഒരു കാര്യം ഞാൻ പറയാം. അപ്പോ ശോഭാ സുരേന്ദ്രന് വേണ്ടി അദൃശ്യ ശക്തിയായിട്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു നിമിഷം. അങ്ങനെയാണെങ്കിൽ ഇത് അദൃശ്യമല്ല, ഇത് BJP പ്രവർത്തകയാണ്. അവർ കല്ലേക്കാട് സാരി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് തെളിവ്? ഇത് ലോകം കാണട്ടെ. എന്താണ്? ഒരു സ്ത്രീ ഒരു തുണി പിടിച്ചു നിൽക്കുന്നു, ഒരമ്മ മുന്നിൽ. ഇതാണോ സാരി വിതരണം? ഇതാണോ സുഹൃത്തെ? ഇത് സാരി വിതരണമല്ലേ? ഇത് സാരി വിതരണമല്ലേ? ഒരു സാരി ഫോട്ടോ അല്ല, രണ്ടാമത്തെ ഫോട്ടോ ഇതാ. ഇത് രണ്ടാമത്തെ ഫോട്ടോ. എന്താണ് ഇത് സാരിയാണ് കാണുന്നത്. ഇതിനകത്ത് സാരി വിതരണം. എന്താണെങ്കിലും സ്വപ്ന പദ്ധതികളെല്ലാം വളരെ നന്നായിട്ടുണ്ട്, വിശേഷമായിട്ടുണ്ട്. അതായത് ഞാൻ പറയട്ടെ, ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ഒരുപാട് ആളുകളെ കാണാനുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കുന്നത് കാണുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾക്കും കൈയടിക്കാൻ സാധിക്കും. അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇവിടെ ഒരാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ എറണാകുളത്ത് നിന്ന് പോലും 16ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോക്സോ കേസ്, അതിന് പണം കൊടുത്ത ശ്രീമാൻ ഷാഫി പറമ്പലിനെ വരെ ഞാൻ ഇതിന്റെ മുന്നിൽ വലിച്ചു കീറിത്തരാം. 1. 2 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ മാന്യനുണ്ടല്ലോ UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ കഥ കിട്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. എനിക്ക് ആ പതിവില്ല. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കെതിരെ എന്ത് സംഭവിച്ചാലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും, വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും. ഒരാൾ എറണാകുളത്ത് നിന്ന് എന്നെ കാണാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകരും അറിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എലക്ഷൻ കഴിഞ്ഞാൽ, ഈ 10-ാം തീയതി കഴിഞ്ഞാലാണ് ഒറിജിനൽ ആയിട്ടുള്ള കളി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അപ്പോ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മുന്നിൽ അവർക്ക് താങ്ങും തണലുമായി ഞാൻ ഉണ്ടാകും. ഞാൻ പരാജയപ്പെടണം എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ഈ നാടകത്തെ, ആസൂത്രിതമായ നാടകത്തെ കേരളത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ പരിശ്രമിച്ചു എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖവും
അങ്ങേയറ്റം വേദനയുമുണ്ട്. സത്യസന്ധതയുടെ ജിഗുയായിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഫ്ലെക്സ് അടിച്ചതിന്റെയും പോസ്റ്റർ അടിച്ചതിന്റെയും കാശ് വരെ കൊടുക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേശ്ശെ രൂപ കടം തന്നാൽ അത് കൊടുത്തു തീർക്കാം. മാധ്യമ സുഹൃത്തുക്കളുടെ ശമ്പളം നേരത്തെ ഒരു മാസത്തെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് തിരിച്ചു തരാമെന്ന് കൂടി പറയാൻ ഈ അവസരത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇന്ന് നോക്കൂ, ഞാൻ ഇന്ന് പോലീസിന് കൊടുക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം ഇപ്പൊ മീഡിയ വൺ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. അല്ല, അത് നമുക്ക് 10-ാം തീയതി കഴിഞ്ഞ് പറയാം. അല്ല, ഞാൻ 10-ാം തീയതി കഴിഞ്ഞാൽ പറയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഞാൻ പറയാം. പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്കിടയിൽ അവർക്ക് തണലായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്റെ മുന്നിൽ കിട്ടിയിട്ടുള്ള പരാതികളെല്ലാം തന്നെ ഞാൻ ഫയലിൽ വെച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തുകയില്ല. കാരണം എന്റെ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് പോക, കാരണം ഈ പണം കൊടുത്തു എന്നുള്ള ആരോപണം കൃത്യമായി തെളിവ് സഹിതമാണ് അവർ പുറത്തുവിട്ടത്. തിരിച്ചാരോപണം ഉന്നയിക്കുമ്പോൾ തെളിവ് പുറത്തുവിടേണ്ടത് ഒരു ഉത്തരവാദിത്തമല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. നിയമപരമായി ദേശീയ വനിതാ കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ 10-ാം തീയതിക്ക് ശേഷം ഇപ്പൊ കൊടുക്കും. ഇതിനകത്ത് കൃത്യമായിട്ട് പാർട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞു. ഒരു മിനിറ്റ്, ഈ വിഷയത്തില് കൃത്യമായിട്ട് പാർട്ടിയുടെ സ്റ്റാൻഡ്. ഒരു മിനിറ്റ് അല്ല, ഒന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണം. വിനേഷ് സർഗയെ ഞാൻ നേരിട്ട് അവിടെ സംസാരിച്ച ആളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മാധ്യമ പ്രവർത്തകൻ കൂടുതൽ അതിന്റെ ബാക്കി പറഞ്ഞാൽ താങ്കൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ തിരക്കഥയിൽ ഞാൻ പറയുന്നു, ഞാൻ കേരളത്തിൽ കഴിഞ്ഞ 30 വർഷം പൊതുപ്രവർത്തനം നടത്തിയിട്ട് ഇതുപോലെ ഒരു മാധ്യമ പ്രവർത്തകൻ എല്ലാ രീതിയിലും എന്നെ തകർക്കാൻ പരിശ്രമിച്ചിട്ടില്ല എന്നുകൂടി പറയാൻ ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ രേഖയോടുകൂടിയിട്ടാണ് നിൽക്കുന്നത്. പോലീസിന് ഞാൻ പരാതി കൈമാറും. 10-ാം തീയതിക്ക് ശേഷവും ഞാൻ ഈ കേരളത്തിലുണ്ടാകും, ഈ മാധ്യമ പ്രവർത്തകനും ഉണ്ടാകും. എന്റെ കയ്യിൽ ചിലർ ഏൽപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ഉണ്ടാകും. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വളരെ വ്യക്തതയോടുകൂടി പറയുന്ന കാര്യങ്ങൾ 11-ാം തീയതിക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കും. കലക്ടർ നോക്കൂ, അല്ലല്ല ഞാൻ പറഞ്ഞത് കലക്ടർ കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് ഇന്നലെ അപ്പോ സാരി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് കലക്ടർ എന്നോട് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു പരാതി ഇന്നലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലല്ല, ഞാൻ പറയട്ടെ സഹോദരി, ഞാൻ പറയട്ടെ. നിങ്ങൾ എന്താണ് ഇത്ര ഊർജം കാണിക്കുന്നത്? ഞാൻ പറയട്ടെ, എന്താ വ്യക്തതയില്ലാത്തത്? ഇന്ന് നിങ്ങൾക്ക് മാത്രമേ വ്യക്തതയില്ലാത്തുള്ളൂ. അല്ലല്ല, നോക്കൂ, ഇവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ ചില ആളുകൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആ വ്യക്തത ഉണ്ടാക്കലല്ല ഇന്നത്തെ എന്റെ പണി. ഇന്നത്തെ എന്റെ പണി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കലാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പറയുന്നതും വ്യക്തതയില്ലാത്തതും നിങ്ങൾക്കാണ്. നിങ്ങൾ എല്ലാം ഷൂട്ട് ചെയ്ത് പണം കൊടുക്കാൻ പോകുന്നത് ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ അമ്മയെ കാണുന്നത് നിങ്ങൾ പിടിച്ചു. കാണുന്ന ആളുടെ മുഖം മാത്രമില്ല, ഒരു ക്രീം കളർ ചുരിദാർ നിങ്ങൾ പിടിച്ചു. അത് തലയിൽ മൂടിയിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്ന ദൃശ്യം നിങ്ങളുടെ കയ്യിലുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കാറിൽ രഹസ്യ ജീവിയായിട്ട് അവർ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖമില്ല, അവർ കയറുന്നതില്ല. അല്ല, അവർ കയറുന്നതുമില്ല, അവർ ഇറങ്ങുന്നതുമില്ല കാറിൽ നിന്ന്. നിങ്ങൾ ഒരു ഇതെങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നത് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ തെളിയിക്കും. ഒരു തർക്കവും വേണ്ട.